ഇതുവരെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. പുറത്തേക്ക് പോകാമെന്ന് കരുതി. എന്തായാലും ഓക്കെ പോവാം. പിന്നെ എനിക്കൊരു എന്താ പറയുക, ഒരു ടീഷർട്ടും കൂടെ നോക്കണം. അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പൊ എന്തായാലും 3 ഡ്രസ് ആയിട്ടാ പറഞ്ഞത്. ഞാൻ ആവുന്നത് പറഞ്ഞതാ. ഞാൻ വിചാരിച്ചു വേണ്ട ഡ്രസ് എടുത്തോ ഞാൻ ആവുന്നത് പറഞ്ഞതാ. ഞാൻ വിചാരിച്ചു 3 ഡ്രസ് മതിയായിരിക്കും. ചെലവാണ് ഇവിടെ വന്നിട്ട് ടീഷർട്ട് എടുക്കുക എന്നൊക്കെ പറയുന്നത് അനാവശ്യ ചെലവാണ്. ഞാൻ വിചാരിച്ച 3 ഡ്രസ് മതിയായിരിക്കും. പക്ഷെ പോരാ, കാരണം അത് മുഷിഞ്ഞ. അപ്പൊ നമുക്കൊരു ടീഷർട്ടും കൂടെ വാങ്ങാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് 20 മിനിറ്റ് കഴിയുമ്പം അവിടെ നമ്മുടെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി. ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് അവിടേക്ക് പോവാം. നമുക്ക് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇതിലൂടെ പോവാം. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ നോക്കിയിട്ട് അതനുസരിച്ച് പോകാമെന്നാണ് പ്ലാൻ. ഇന്നിപ്പോൾ എന്തായാലും കാര്യമായിട്ട് എവിടെ ഇങ്ങനെ മെനക്കെട്ട് പോകാനും നിൽക്കുന്നില്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോകാം, അത്രേ ഉള്ളൂ. എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. ഒരു രക്ഷയില്ല, ഇന്ന് നല്ല തിരക്കുണ്ട് സ്റ്റേഷനിൽ. ഇവിടെ ഒരുപാട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഇവിടെ എന്താ പറയുക, ബ്ലാക്സ്, പിന്നെ എന്താ പറയുക അറബ്സ്. ഇവിടെ ജർമ്മൻസിനെ മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഈ ട്രെയിനിലൊക്കെ കയറിയാൽ ചെറുതായിട്ട് കഞ്ചാവിൻ്റെ മണമൊക്കെ വരും. പക്ഷെ കാര്യമായിട്ടില്ല. എന്നാലും ചില ആൾക്കാർ കയറുമ്പോൾ അത്യാവശ്യം മണം വരാറുണ്ട്. പക്ഷെ എന്നാലും വൃത്തിക്ക് വലിയ സീനൊന്നുമില്ല. നല്ല വൃത്തിയാണല്ലോ സ്ഥലം. പിന്നെ ട്രെയിനിൽ സ്ട്രിക്ട്ലി ആൽക്കഹോളും സ്മോക്കിങ്ങും പ്രോഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് അതിലുള്ള ആരും വലിക്കാനോ കുടിക്കാനൊന്നുമില്ല. എന്തായാലും നമ്മൾ ബർഗർ കിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് പോകണം. അവിടെ വെയിറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് ന്യൂറംബർഗിലെ റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം രക്ഷയില്ല, ഭയങ്കര വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ തന്നെ പബ്ബുണ്ട്. പിന്നെ എന്താ പറയുക, ഇല്ലാത്ത കടകളൊന്നുമില്ല ഇവിടെ. എല്ലാ ടൈപ്പ് കടകളും. എന്താവശ്യം ഉണ്ടെങ്കിലും ഈ സ്റ്റോപ്പിലേക്ക് വന്നാൽ മതി, കാരണം എല്ലാം കിട്ടും. ഇവിടെ KFC ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്, മെക്ഡൊണാൾഡ്സ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ ബർഗർ കിങ്ങിലേക്കാണ് പോകുന്നത്. അവിടെ ഫ്രണ്ടിൽ ബർഗർ കിങ് കാണാം. ഇത് സത്യം പറഞ്ഞാൽ സ്റ്റേഷനായിട്ടല്ല, ഒരു മാളിൻ്റെ ഒരു ഫീലാണ് ഇതിനകത്ത്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. ഇത് 15 വയസ്സുള്ള ആൾക്കാർക്ക് മേളിൽ കയറാൻ പറ്റത്തുള്ളൂ. ഇതെന്തോ നമ്മൾ ഈ ബെറ്റൊക്കെ വെക്കുന്ന ടൈപ്പ് സ്ഥലമാണ്. അത്യാവശ്യം അതാണ് ഞാൻ പറഞ്ഞത്. എന്താ പറയുക, ഇവിടെ ബെറ്റ് വെക്കേണ്ടവർക്ക് ബെറ്റ് വെക്കാം. എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് ബർഗർ കിങ്ങിലേക്ക് പോവാം. ഇവിടുത്തെ ബർഗർ കിങ്ങിലൊക്കെ എത്ര ലാംഗ്വേജ് ഉള്ളത് നമുക്ക്. നമ്മളപ്പോൾ ബർഗർ കിങ്ങിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ബർഗർ കിങ്ങിൽ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്താ അവസ്ഥയെന്ന് പറഞ്ഞില്ല. 4 യൂറോ ആണ് ഒരു ബർഗറിന്. എന്താ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ചീസ് ബർഗറാണ് നമ്മൾ വാങ്ങിച്ചത്. എന്താ അവസ്ഥ നല്ല ബർഗറാണ്. ഞാൻ ഇത്ര സോഫ്റ്റ് ആയിരിക്കും വിചാരിച്ചില്ല. പാറ്റി കുറച്ചും കൂടെ മരിക്കാരെന്ന് തോന്നും. അത്യാവശ്യം നല്ല ബർഗറാണ്. ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സ് നോക്കാൻ പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ ലേക്കയുടെ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കയറാൻ, എന്തായാലും തിരിച്ചു വരുമ്പോൾ കയറാം. ഉള്ള പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പാണ്. ബാസ്കറ്റ് ബോളുണ്ട്, പിന്നെ അവിടെ സ്കേറ്റിങ് കളിക്കാനുള്ള സെറ്റപ്പുണ്ട്. സിറ്റി തന്നെ എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങളുണ്ട് ഒരു സിറ്റി തന്നെ. ഒരു രക്ഷയില്ല, അടിപൊളി. ഇത് സിറ്റിയുടെ ഒരു സൈഡാണ്. മരമാണ് ഫുള്ള്. ആൾക്കാർ ഷൂസ് ഇതാക്കിയിട്ടിരിക്കുകയാണ് ഇവിടെ മൊത്തം. മരം മൊത്തം ഷൂസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു ഓക്കെ നമ്മളൊരു ലേക്കയുടെ ഷോപ്പ് കണ്ടിട്ടുണ്ട് ഇവിടെ.
കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു ക്യാമറയാണ്. പക്ഷേ $5000 മിനിമം ഒരു ക്യാമറയ്ക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഷോപ്പിൽ കയറി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ്. അടച്ചു പോയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് ലേക്കാണ് ഷോപ്പ്. ഇവിടെ കാണാം ഏകദേശം €6800 ആണൊരു ലേക്കയുടെ ക്യാമറയ്ക്ക് വരുന്നത്. ഇവിടെ ഫിലിം കിട്ടുമെന്ന് വെച്ച് നോക്കും. ഞാൻ ചോദിച്ചു നോക്കുന്നു. $5950. എന്തായാലും കയറി സ്ഥിതിക്ക് ഞാൻ ചോദിച്ചോ. ഓ നൈസ്. എന്താ പറയുക, മറ്റേ ഇൻസ്റ്റാക്സ് പോലത്തെ ക്യാമറ ഉണ്ട് ഇവർക്ക്. അതിന് ഇത് ഇവിടുത്തെ സ്റ്റാഫാണോ ഇയാള്? ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ ക്യാമറ €379 ഉള്ളൂ. ഓ നൈസ് അല്ലേ. ഇത് ഇയാളൊക്കെ എല്ലാവർക്കും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കത്തില്ല. പിന്നെ ക്യാമറ ലവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണം. കുറേ ഐറ്റംസ് ഇവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവരുടെ തന്നെ ബാഗുകളും സ്ട്രാപ്പുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊരു ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി ഒരു ക്യാമറ തന്നിട്ടുണ്ട്. അത് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റി. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കയ്യിൽ. പക്ഷേ ഇവരുടെ ഒരു ഗ്യാലറി ഉണ്ട് സെക്കൻഡ് ഫ്ലോറിൽ. നമുക്ക് കയറി കണ്ടോളാൻ പറഞ്ഞ്. അവരുടെ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെയാണ്. രക്ഷയില്ല, അന്യായ ഫോട്ടോസൊക്കെയാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ €5000 ഒക്കെ നമുക്ക് ഒറ്റയടിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ ഇത് വാങ്ങുന്നതായിരിക്കും, ഈ ലേക്കയുടെ ഒരു ക്യാമറ. പക്ഷേ ഇവിടുത്തെ എല്ലാ ഫോട്ടോയിലും ഒരേ മോഡലാണ്. അതെന്താണോ അങ്ങനെ. അപ്പോൾ അതാണ് ഇവിടുത്തെ ലേക്ക ഷോപ്പ്. ഇത് വരുന്നത് ന്യൂറംബർഗ്, ജർമ്മനി. ഇവരുടെ ഓൾഡ് ടൗണിലാണ് ഈ ഷോപ്പ് വരുന്നത്. രക്ഷയില്ല, അത്യാവശ്യം ഭയങ്കര സ്റ്റാൻഡേർഡ് ഷോപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതാണ് ലേക്കയുടെ ഷോപ്പ്. അപ്പോൾ ഇതാണ് ലേക്കയുടെ ഷോപ്പ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ന്യൂറംബർഗിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ളൊരു കിടിലം വ്യൂ കിട്ടിയിട്ടുണ്ട്. ഏത് സൈഡിൽ നോക്കിയാലും അടിപൊളി വ്യൂ ആണ് ഇവിടെ.